ആകാശവാണി FM വാർത്തകൾ. സാങ്കേതിക മേഖലയിലെ പുരോഗതിയെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയുള്ള മുന്നേറ്റമാണ് ഏഴിമല നേവൽ അക്കാദമി പരിശീലനവും നൽകിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ കേഡറ്റുകളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏഴിമല നേവൽ അക്കാദമിയിൽ 232 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. ഇതിൽ 34 പേർ വനിതാ കേഡറ്റുകളാണ്. മൊഹാലിയിലെ സെമി കണ്ടക്ടർ ലബോറട്ടറിയിൽ സെമി കണ്ടക്ടർ പ്രോസസ് ഗാലറിയും പരങ്കത്ത് സെമി കണ്ടക്ടർ പരിശീലന ലാബും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഉടൻ ലോകത്തിലെ ഒരു പ്രധാന സെമി കണ്ടക്ടർ രാഷ്ട്രമായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനം ഈ സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ 8.2% വളർച്ച രേഖപ്പെടുത്തിയതായി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. കഴിഞ്ഞ 6 പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണ്. 2026-27 അന്താരാഷ്ട്ര മാരിടൈം സംഘടനയുടെ കൗൺസിലിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ഇന്ത്യ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നലെ ലണ്ടനിൽ IMO അസംബ്ലിയുടെ 34ാം യോഗത്തിലാണ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ദിഗ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരദേശത്തേക്ക് നീങ്ങുന്നു. ശ്രീലങ്കൻ തീരത്ത് നിന്ന് ഏകദേശം 80 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് കാറ്റ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ആനച്ചാലിൽ ആകാശ ഭക്ഷണശാലയിൽ 5 പേർക്ക് സംഭവം